ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് ആണ് വണ്ടിക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ബ്രേക്ക് ജാം ആവണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1-2 കംപ്ലയിൻറ്റ്, കാർബറേറ്റർ ക്ലീനിങ്, അങ്ങനെ 1-2 കേസുകളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കാർബറേറ്റർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്ലഗിൻ്റെ പോർഷൻ കൂടി നമ്മളൊന്ന് അഴിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് ഓയിൽ കത്തണുണ്ട്, പുകയുടെ പ്രോബ്ലം ഉണ്ട്. പറയാൻ കാരണം നമുക്ക് പ്ലഗിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും അതിനകത്ത് വന്നേക്കണ കാർബൺ തന്നെ ശരിക്കും ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ട് നല്ല തിക്കായ രീതിയിലിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% എൻജിൻ ഹെഡിനകത്ത് ഓയിൽ കയറി കത്തിയിട്ട് മൈന്യൂട്ടായിട്ട് പുകയുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ കുറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ലെവൽ ചെക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ സ്റ്റിക്കിനകത്ത് ഓയിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ഊറ്റി നോക്കി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ 450 മില്ലി ഓയിലേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ശരിക്കും 900 മില്ലി ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് പകുതി ഓയിൽ പുതിയ ഓയിൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആവറേജ് ഓയിൽ മാറേണ്ട 1 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഈ മൊത്തത്തിൽ ഓയിൽ മാറ്റണമാണ് നല്ലത്. കാരണം ഈ പഴയ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യണത് നല്ലത്. ടോട്ടലി ഓയിൽ ചേഞ്ച് ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഓയിൽ ചിലവുള്ളത് കൊണ്ട് ഇടയ്ക്ക് ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ ഫോം ടൈപ്പാണ്. അപ്പോൾ അത് എയർ ഫിൽറ്ററും ഈ ഹോൾഡറൊക്കെ തുരുമ്പിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ കൃത്യമായിട്ട് ഉള്ളിലേക്ക് എയർ സർക്കുലേഷൻ നടക്കില്ല. അതാണ് അതിൻ്റെ ശരിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഈ ഫോം ടൈപ്പ് ഫിൽറ്റർ വന്നാൽ അതും കൂടി നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. അതേപോലെ നമുക്കിവിടെ എയറിൻ്റെ ഈ കാർബറേറ്ററിലേക്ക് പോകുന്ന എയറിൻ്റെ ഇവിടുത്തെ ആ പൈപ്പോടെ വിട്ട് കിടക്കുകയാണ്, ഇതുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എയർ വലിക്കുന്ന സൗണ്ട് പുറമേ നിന്ന് എയർ വലിച്ച് കയറ്റുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ സൗണ്ടിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരു പവർ ഫിൽറ്റർ കയറ്റിയാണ് ഒരു സൗണ്ടൊക്കെയാണ് വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ വരുമ്പോൾ ഉള്ളത്. അത് നമുക്ക് ഈ പൈപ്പ് ഇതിപ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാറ്റി കളയേണ്ടതാണ്. കാരണം ഞാൻ റബ്ബർ ടൈപ്പ് പൈപ്പാണ്. കാലപ്പഴക്കം വന്നതിനനുസരിച്ച് അത് ഹാർഡായി പോകും. അപ്പോൾ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർഡാകുമ്പോൾ ലെങ്ത്തിൽ ചെറിയ വേരിയേഷനൊക്കെ വരുന്നുള്ളൂ. ഒരുപാട് ബലം പിടിക്കുന്ന സമയത്ത്, അതായത് ഇവിടെ ബോൾഡർ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ പൈപ്പ് ഇങ്ങോട്ടേക്ക് നീങ്ങും, അങ്ങനെ വിട്ടുപോകണമാണത് കേട്ടോ. അത് അവൈലബിൾ ആണോ എന്ന് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണം നല്ലത്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററും അതിൻ്റെ ഹോൾഡറും മാറ്റാം, കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, എഞ്ചിൻ ഓയിൽ നോക്കിയിട്ട് മാറ്റണം കേട്ടോ ബെറ്റർ. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിടാം, അപ്പോഴാണ് ആ ഫംഗ്ഷൻ കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, അത് ജാമിങ്ങും കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഔട്ടറും പൊട്ടിയിരിക്കണേ. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിളും, കാരണം ക്ലച്ച് ലോഡായേക്കണതുകൊണ്ട് കിക്കർ കൃത്യമായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് കേബിൾ മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട 1-2 പാർട്സുകളുണ്ട്. ഒന്ന് ക്ലച്ചിൻ്റെ കേബിൾ, ഞാൻ ഒന്നുകൂടിയും പറയാം. ഒന്ന് ക്ലച്ചിൻ്റെ കേബിൾ മാറ്റിയിടാനുണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറാനുണ്ട്, വീലഴിച്ച് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് തരണം. പിന്നെയുള്ളത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്ലോ ജെറ്റ് ചേഞ്ച് ചെയ്തിടാം. ഈ എയർ പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റിയിടാം. വലിയ നമ്മളൊരു 100 താഴേക്ക് വരുള്ളൂ. പിന്നെ എൻജിൻ ഓയിൽ, പ്ലഗ്, എയർ ഫിൽറ്റർ ഹോൾഡറും എയർ ഫിൽറ്റർ ഹോൾഡറും എയർ ഫിൽറ്ററും പിന്നെ എന്ന് വെച്ചാൽ ചെയിൻ ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിടാം. അത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക്. ആ വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാർബറേറ്റർ ക്ലീനിങ്ങും മാത്രമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിനോടനുബന്ധിച്ച് വന്ന ഭാഗങ്ങളാണത് എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ പോർഷനൊക്കെ. അതുകൊണ്ടാണ് എയർ ഫിൽറ്റർ പ്ലഗും കൂടിയും ചെക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.